അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അങ്കിൾ ഇന്ന് ആരുടെ കഥയാണ് പറയാൻ പോകുന്നത്? ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആദ്യത്തെ ഇമാമിന്റെ കഥയാണ്. എങ്കിൽ പെട്ടെന്ന് പറയുക അങ്കിൾ. എന്നാൽ ഞാൻ പറയാം. ബിസ്മില്ലാഹ്. The story of Imam Ali bin Abu Talib റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പിതാവ് അബൂ താലിബും മാതാവ് ഫാത്തിമ ബിൻത് അസദുമായിരുന്നു. മക്കയിലെ പരിശുദ്ധമായ കഅബയിൽ ജനിച്ച ഒരേ ഒരു കുട്ടി അദ്ദേഹമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇസ്ലാം സ്വീകരിച്ച ആദ്യ യുവാവും അദ്ദേഹമായിരുന്നു. മക്കയിൽ നിന്ന് കൊടിയേറിയതിനു ശേഷം പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീവിയെ വിവാഹം കഴിച്ചു. മക്കയിൽ നിന്നും കുടിയേറിയ ആദ്യ സംഘത്തിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. മാത്രമല്ല അക്കാലത്തുണ്ടായിട്ടുള്ള മിക്ക യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പ്രവാചകന്റെ അനുയായികൾ അദ്ദേഹത്തെ ഖലീഫയായി തിരഞ്ഞെടുത്തു. ഇസ്ലാമിലെ ആദ്യത്തെ ഇമാമിന്റെ അത്ഭുതകരമായ കഥകൾ നമുക്ക് മനസ്സിലാക്കാം. ഇമാം അലി റളിയല്ലാഹു അൻഹു വളരെ സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ് ജനിച്ചത്. ആദ്യത്തെ ഹിജ്റക്ക് 23 വർഷം മുമ്പ് റജബ് 13 വെള്ളിയാഴ്ചയാണ് അദ്ദേഹം ജനിച്ചത്. അലി റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏകദേശം 30 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഇമാം അലി റളിയല്ലാഹു അൻഹു വിശുദ്ധ കഅബയുടെ ഉള്ളിലാണ് ജനിച്ചത്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ മാതാവ് ഫാത്തിമ ബിൻത് അസദ് കഅബയുടെ പുറത്തു നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവർക്ക് പ്രസവ വേദന വന്നത്. അവർ അവിടെ നിന്ന് അള്ളാഹുവിനോട് ശക്തിയായി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് പരിശുദ്ധ കഅബയുടെ ചുമരുകൾ രണ്ടായി പിളർന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അവർ അതിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കഅബയുടെ ചുമരുകൾ പൂർവ്വസ്ഥിതിയിലായി. പരിശുദ്ധ കഅബയുടെ ചുവരുകളിൽ ഇപ്പോഴും ആ വിള്ളൽ കാണാൻ സാധിക്കും. പ്രവാചകന്റെ അമ്മാവൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഉൾപ്പെടെ ധാരാളം ആളുകൾ ഈ സംഭവത്തിന് സാക്ഷിയായി. ഇത് നടക്കുമ്പോൾ അവരെല്ലാവരും കഅബയുടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവർ അവിടെ സംഭവിച്ചതിനെ പറ്റി ആളുകളോട് പറഞ്ഞു. മക്കയിൽ കാട്ടുതീ പോലെ വാർത്ത പരന്നു. പരിശുദ്ധ കഅബയുടെ വാതിൽ തുറക്കാൻ വേണ്ടി താക്കോൽ കൊണ്ടുവന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അതിന്റെ പൂട്ട് തുറക്കാൻ സാധിച്ചില്ല. എന്നാൽ 4-ാം ദിവസം അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. വിശുദ്ധ കഅബയുടെ ചുറ്റും കൂടിയിരുന്ന ആളുകൾ നോക്കി നിൽക്കെ കഅബയുടെ വാതിൽ സ്വയം തകർന്നു വീണു. ചുറ്റുമുള്ള ആളുകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ കയ്യിൽ ഒരു കുഞ്ഞുമായി അതിനകത്തു നിന്നും പുറത്തേക്ക് വന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രവാചകൻ ആ കുഞ്ഞിനെ പരിചരിക്കുകയും ഭക്ഷണം കൊടുക്കുകയും തന്റെ തോളിൽ കിടത്തി ഉറക്കുകയും മടിയിൽ ഇരുത്തി ലാളിക്കുകയും ചെയ്തിരുന്നു. ആ പിഞ്ചു കുഞ്ഞിനെ പ്രവാചകന്റെ ചൂടേറ്റ് കിടക്കുന്നതും അദ്ദേഹത്തിന്റെ പരിശുദ്ധമായ ശരീരത്തിൽ നിന്നുള്ള സുഗന്ധം ശ്വസിച്ച് കിടക്കുവാനും വലിയ ഇഷ്ടമായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നതിന് 3 വർഷങ്ങൾക്ക് മുൻപായിരുന്നു അലി ബിൻ അബൂ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജനനം. 6 വർഷത്തോളം അദ്ദേഹം തന്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒപ്പമാണ് താമസിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവ് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പ്രവാചകൻ അദ്ദേഹത്തെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 6 വയസ്സു മുതൽ ആ ബാലൻ പ്രവാചകനോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കൗമാരവും യൗവനവുമെല്ലാം ചിലവഴിച്ചത് പ്രവാചകന്റെ വീട്ടിലായിരുന്നു. പ്രവാചകന്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങൾക്കും അദ്ദേഹം സാക്ഷിയായിരുന്നു. മറ്റു കുട്ടികളെ പോലെ ഒരു സാധാരണ വിദ്യാഭ്യാസമായിരുന്നില്ല അദ്ദേഹം നേടിയിരുന്നത്. അദ്ദേഹം പ്രവാചകനോടൊപ്പം ഒരു നിഴല് പോലെ കൂടെ നടന്ന് അദ്ദേഹത്തിൽ നിന്നും ധാരാളം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുകയായിരുന്നു. ഹിറ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് പ്രവാചകനുണ്ടായ മാനസികവും ആത്മീയവുമായ എല്ലാ മാറ്റങ്ങൾക്കും അദ്ദേഹം സാക്ഷിയായിരുന്നു. പ്രവാചകൻ ആ പർവ്വതത്തിന്റെ മുകളിൽ 3-4 ദിവസങ്ങൾ താമസിക്കുമായിരുന്നു. ആ സമയങ്ങളിൽ പ്രവാചകനുള്ള ഭക്ഷണം അലി റളിയല്ലാഹു അൻഹു കരുതുമായിരുന്നു. പ്രവാചകനും ഭാര്യയും ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഇസ്ലാം മതം സ്വീകരിക്കുന്ന 3-ാമത്തെ വ്യക്തിയായിരുന്നു അലി റളിയല്ലാഹു അൻഹു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പ്രവാചകന്റെ അംഗരക്ഷകനായി പ്രവർത്തിച്ചിരുന്നു.
ഖുറൈശികളിൽ ചിലർ പ്രവാചകന് നേരെ കല്ലെറിയുമായിരുന്നു. അദ്ദേഹത്തിന് ഈ കാഴ്ച സഹിക്കാൻ കഴിയുമായിരുന്നില്ല. തന്നേക്കാൾ മുതിർന്നവരായിട്ട് പോലും അദ്ദേഹം അവരോട് പോരാടുമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് എറിയുന്നവനെ തകർക്കുന്നവൻ എന്ന് അർത്ഥം വരുന്ന ഖാസിം എന്ന വിളിപ്പേരുമുണ്ടായി. അദ്ദേഹം കൂടെയുള്ളപ്പോൾ പ്രവാചകനെ കല്ലെറിയാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. അത് ഹിജ്റയുടെ രാത്രിയായിരുന്നു. മദീനയിലേക്ക് കുടിയേറിപ്പോവാനുള്ള തന്റെ അപകടകരമായ പദ്ധതിയെക്കുറിച്ച് പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അക്രമികളെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ വേണ്ടി തന്റെ കട്ടിലിൽ കിടന്നുറങ്ങുവാൻ പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. അപകടകരമായ ഒരു സാഹചര്യമായിരുന്നു അത്. പ്രവാചകന്റെ വീടിന്റെ ചുവരുകൾക്ക് കഷ്ടിച്ച് 7 അടി പൊക്കമേ ഉണ്ടായിരുന്നുള്ളൂ. ശത്രുക്കൾക്ക് അത് വളരെ എളുപ്പത്തിൽ ചാടിക്കടക്കാൻ സാധിക്കുമായിരുന്നു. ഈ അപകടകരമായ സാഹചര്യം നേരിടാൻ തയ്യാറാണോ എന്ന് പ്രവാചകന്റെ ചോദ്യത്തിന് മറുപടിയായി മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ അങ്ങയുടെ കട്ടിലിൽ കിടന്നുറങ്ങിയാൽ അങ്ങയുടെ ജീവൻ സുരക്ഷിതമാകുമോ? പ്രവാചകൻ അതേ എന്ന് മറുപടി പറഞ്ഞു. അത് കേട്ടപ്പോൾ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു മടിയും കൂടാതെ പ്രവാചകന്റെ കട്ടിലിൽ കിടന്നു. അങ്ങനെ ചെയ്യുന്നത് ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ പ്രവാചകന് വീടുപേക്ഷിച്ച് മദീനയിലേക്ക് പോകാനായിരുന്നു. ആ കട്ടിലിൽ കിടക്കുന്നത് പ്രവാചകനല്ല എന്ന സത്യം ശത്രുക്കൾ മനസ്സിലാക്കുമ്പോഴേക്കും പ്രവാചകൻ മക്കയിൽ നിന്നും വളരെ അകലെ എത്തിയിരിക്കും. മക്കയിലെ ആളുകൾ പ്രവാചകനെ വിശ്വസിച്ചേൽപ്പിച്ച പണം പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹുവിന് കൈമാറി. പ്രവാചകൻ പോയതിനു ശേഷം 3-ാമത്തെ ദിവസം അദ്ദേഹം ആ പണം അതിന്റെ ഉടമകൾക്ക് തിരിച്ചു നൽകി. അദ്ദേഹം പിന്നീട് തന്റെ കുടുംബത്തോടൊപ്പം മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ശത്രുക്കൾ അദ്ദേഹത്തെ തടഞ്ഞു. എന്നാൽ അദ്ദേഹം ശത്രുക്കളെ തുരത്തി ഓടിക്കുകയും സുരക്ഷിതമായി മദീനയിലേക്ക് എത്തുകയും ചെയ്തു. പ്രവാചകൻ അദ്ദേഹത്തെയും പ്രതീക്ഷിച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ പ്രവാചകന് വളരെയധികം സന്തോഷമായി. അദ്ദേഹത്തെയും കുടുംബത്തെയും പ്രവാചകൻ മദീനയിലേക്ക് സ്വാഗതം ചെയ്തു. മുസ്ലിങ്ങൾക്കിടയിൽ ഒരു സാഹോദര്യ ബന്ധം പ്രവാചകൻ സൃഷ്ടിച്ചിരുന്നു. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സഹോദരനാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. മദീനയിൽ പുതുതായി എത്തുന്ന കുടുംബങ്ങൾക്ക് അവരുടെ വീടിനടുത്തുള്ള മസ്ജിദിന്റെ പണി പൂർത്തിയാക്കുവാൻ സഹായിക്കുക എന്ന കർത്തവ്യം നിറവേറ്റണമായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവും മറ്റു മുസ്ലിം സഹോദരന്മാരും മസ്ജിദിന്റെ നിർമ്മാണത്തിൽ സഹായിച്ചു. മാഷാ അല്ലാഹ്, ഈ കഥ കൊള്ളാമായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ധാരാളം കഥകളുണ്ട്. ആ കഥകൾ ഞാൻ നാളെ പറയാം. ഗുഡ് ബൈ അബു.